ചെയ്തില്ലെങ്കിൽ സ്ഥാനം നഷ്ടമാകും. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ്. മൈജി ഫ്യൂച്ചറിൽ BJP കൗൺസിലർ ജാമ്യം തേടി ഹൈക്കോടതിയിലേക്ക്. കാപ്പ കേസിനൊപ്പം അയോഗ്യതാ ഭീഷണിയുമുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R സുഗതൻ ജാമ്യത്തിനായി ഹൈക്കോടതിയിലേക്ക്. കാപ്പ കേസ് ചുമത്തി റിമാൻഡിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യ ഹർജിയിൽ ആദ്യം തീരുമാനമെടുക്കേണ്ടത് കാപ്പ ഉപദേശക സമിതിയാണ്. ഇതനുസരിച്ച് 2 ആഴ്ച മുൻപ് സമർപ്പിച്ച ഹർജിയിൽ കഴിഞ്ഞ മാസം 29-ന് ഉപദേശക സമിതി വാദം കേട്ടിരുന്നു. എന്നാൽ ഇതുവരെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ നിയമനം നേടിയവരാണ് കാപ്പ ഉപദേശക സമിതിയിലെ അംഗങ്ങൾ. സമിതിയിൽ നിന്നും സുഗതന് അനുകൂല തീരുമാനം ഉണ്ടാകില്ലെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കാപ്പ ഉപദേശക സമിതിയിലേക്ക് സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ തീരുമാനം വൈകുന്ന പശ്ചാത്തലത്തിലാണ് അടുത്ത നീക്കം. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയതിന് ഹൈക്കോടതി അയോഗ്യനാക്കിയ സുഗതന് ഈ മാസം 24-നകം പുറത്തിറങ്ങി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ കൗൺസിലർ സ്ഥാനം നഷ്ടമാകും. നഗരസഭയിൽ BJPയുടെ കേവല ഭൂരിപക്ഷവും അതോടെ പ്രതിസന്ധിയിലാകും. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും സുഗതന് അനുകൂല വിധിയുണ്ടാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ 20 കൗൺസിലർമാരെ അയോഗ്യരാക്കിയ ഹൈക്കോടതി 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിൽ 19 പേർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ജയിലിലായ സുഗതന് മാത്രം സത്യപ്രതിജ്ഞ ചെയ്യാനായില്ല. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കണമെന്ന അപേക്ഷയുമായാകും സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കുക. കാപ്പ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും സത്യപ്രതിജ്ഞയ്ക്കായി ഏതാനും ദിവസം പരോൾ അനുവദിച്ചേക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ R സുഗതന്റെ 2 ജാമ്യാപേക്ഷകളും നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. മാർച്ചിൽ വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ജംഗ്ഷനിൽ വെച്ചും അരുവിപ്പുറം കുളുമല സ്വദേശി പ്രശാന്തിനെ മർദ്ദിച്ചതാണ് ഒരു കേസ്. കഴിഞ്ഞ മാസം കാപ്പ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ചതാണ് 2ാമത്തെ കേസ്. കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ് സുഗതൻ. വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ 11 കേസും നെടുമങ്ങാട് സ്റ്റേഷനിൽ 1 കേസുമാണ് സുഗതനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 6 വധശ്രമ കേസുകൾ, ഭീഷണിപ്പെടുത്തൽ, വഴി തടയൽ, പോലീസിനെതിരെ കയ്യേറ്റം, വീടുകയറി വാഹനം അടിച്ചു തകർക്കൽ, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന, ആയുധം കൊണ്ട് മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ കേസുകളാണ് സുഗതനെതിരെ ഉള്ളത്. കാപ്പ കേസിൽ പ്രതിയായിരുന്ന സുഗതന് 2025-ൽ കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത്. എന്നാൽ കഴിഞ്ഞ മാർച്ചിൽ ക്ഷേത്രോത്സവത്തിലെ ഗാനമേളയോടനുബന്ധിച്ച് CPM പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ സുഗതൻ, കൂട്ടാളികളായ മണികണ്ഠൻ, കിരൺ എന്നിവർക്ക് നേരെ വധശ്രമത്തിന് പോലീസ് വീണ്ടും കേസെടുക്കുകയായിരുന്നു. ഒളിവിൽ കഴിയുന്നതിനിടെ ജൂൺ 9-നാണ് വീട് വളഞ്ഞ് സുഗതനെ പോലീസ് പിടികൂടിയത്. തുടർന്ന് കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ ഉണ്ടായ കയ്യാങ്കളിയെ തുടർന്ന് 3 മുന്നണികളുടെയും കൗൺസിലർമാരെ പ്രതിചേർത്ത് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത 3 FIRകൾ. BJPയുടെ വനിതാ കൗൺസിലർമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഒരു കേസ് കൂടി എടുക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് വനിതാ കൗൺസിലർമാരായ S ഷേർലി, അനിത അലക്സ് എന്നിവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ BJP കൗൺസിലറായ ചെമ്പഴന്തി ഉദയനെ 1ാം പ്രതിയാക്കിയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. VG ഗിരികുമാർ, വയൽക്കര രതീഷ്, പാപ്പനംകോട് സജി എന്നീ 4 കൗൺസിലർമാരും പ്രതികളാണ്. UDF വനിതാ കൗൺസിലർമാരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും മുഖത്തടിക്കുകയും ചെയ്യുന്നതാണ് FIRൽ പറഞ്ഞിരുന്നത്. ഇതിനു പുറമെ പൊതുവഴി തടസ്സപ്പെടുത്തിയതിന് പോലീസ് സ്വമേധയാ 2 കേസുകൾ കൂടി എടുത്തിരുന്നു. ഇതിൽ ഒരു FIRൽ LDF കൗൺസിലർമാരായ SP ദീപക്, K ശ്രീകുമാർ എന്നിവരുൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 100ഓളം പേർക്കെതിരെയായിരുന്നു കേസ് ചുമത്തിയത്. 2ാമത്തെ FIRൽ KS ശബരിനാഥ്, മേരി പുഷ്പം എന്നിവരുൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 200ഓളം പേർക്കെതിരെയും കേസെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.